ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണല്ലോ ഇത്. നമുക്കിന്നിവിടെ ചക്കക്കുരുവും മാങ്ങായും വെച്ച് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. ഇതൊരു പഴയകാല റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്കക്കുരു മാങ്ങ കറി വയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഒരുപാടൊന്നും വേണ്ട, ഒരു 10-15 ചക്കക്കുരു മതി. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരുവിൻ്റെയും മാങ്ങായുടെയും തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ക്യൂബ്സായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ചക്കക്കുരുവിൻ്റെ ആ ബ്രൗൺ തൊലി ഫുള്ളായിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇനിയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവും മാങ്ങയും കറി വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തു. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതുപോലെ മാങ്ങായും ഇട്ട് കൊടുക്കാം. ഇനിയും അതിലേക്ക് 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്താലും മതി. ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് അങ്ങ് മാറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കരിയാപ്പില ഗാർഡൻ ഫ്രഷ് കരിയാപ്പിലയാണ്. ആ കരിയാപ്പില ഇതിൽ കിടന്ന് വേകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണവും രുചിയുമായിരിക്കും കറിക്ക്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു മാങ്ങായും വേകുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ജീരകം താല്പര്യമുള്ളവർക്ക് ജീരകം കൂടി ചേർക്കാവുന്നതാണ്. തേങ്ങയും ഉള്ളിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം അല്പം കൂടെ പറ്റാനുണ്ട്. നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഞാനിത് തിളച്ച് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് അടച്ചു വയ്ക്കാം. കറി പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. കറി ഇവിടെ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയും മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്, ഞാനത് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഈ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനിയും തിളയ്ക്കാൻ പാടില്ല, നല്ലതുപോലെ ഒന്ന് ചൂടായേച്ചാൽ മതി. ഇതിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് കൂടെ വറുത്തൊഴിക്കാം. കടുക് വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കരിയാപ്പിലയാണ്. 2 തണ്ട് കരിയാപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെയുള്ള കറിക്കൊക്കെ കടുക് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ആ കരിയാപ്പിലയും ആ മുളകും ഒക്കെ അങ്ങോട്ട് മൂക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. അതുപോലെ കടുക് വറക്കുമ്പോഴേ ഇങ്ങനെ വട്ടത്തിൽ ഉള്ളി അരിയുന്നതാണ് നല്ലത്. ഉള്ളി കണ്ടാൽ നല്ല റിങ് പോലെ കിടക്കും. അപ്പോൾ അത് ആ കറിക്കകത്ത് കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ്. ഉള്ളിയൊക്കെ ഇവിടെ മൂത്തു, ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നതാണ് എൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റി മാത്രമല്ല, നല്ല ഹെൽത്തിയുമാണ്. ചക്കക്കുരുവിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി.
ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.